ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന, ഒരുപാട് ടൈമില്ല, ഒരു 10-15 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യണത്. ബിരിയാണി എന്ന് പറയുമ്പോൾ എപ്പോഴും ദം ചെയ്തെടുത്തിട്ട് ആ മസാല എല്ലാം കുറച്ച് റൈസിലേക്ക് വന്ന് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് കഴിക്കുന്ന ബിരിയാണിയാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഗീ റൈസ് സെപ്പറേറ്റ് ആയിട്ട് മസാല സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് സെർവ് ചെയ്താലും പെർഫെക്റ്റ് ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ദം ചെയ്തെടുക്കണം. ദം ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിത്തിരി പ്രോസസ്സ് കൂടുതലുള്ള പണിയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഈ ദം ചിക്കനായാലും ഏതായാലും ദം ചെയ്തെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷേ ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഗീ റൈസും ബീഫൊക്കെ ബീഫായാലും ചിക്കനായാലും മസാലയൊക്കെ ചെയ്യുന്ന അതേ എളുപ്പത്തിൽ തന്നെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിതിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊന്നും വഴറ്റാതെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്ന ബിരിയാണിയാണ്. സാധാരണ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ സവാള കട്ട് ചെയ്ത് പിന്നെ അതൊരു വഴറ്റിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. അത് നന്നായിട്ട് വഴണ്ടൊക്കെ വരുമ്പോഴാണ് ഉള്ളിയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിയാലാണ് ബിരിയാണിയുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരുപാട് വെളിച്ചെണ്ണയും ഓയിലൊന്നും ഏത് ഓയിലായാലും യൂസ് ചെയ്യാതെ ആ ഒരു വഴറ്റൽ പ്രോസസ്സ് ഒട്ടും തന്നെ ഇല്ലാതെ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ടേസ്റ്റിൽ കിട്ടും കേട്ടോ. മസാല പൊതിഞ്ഞിരിക്കുന്ന ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ എടുക്കുന്ന നിങ്ങൾ ആ ക്വാണ്ടിറ്റിയിലൊക്കെ തന്നെ സവാള ചേർത്ത് കൊടുക്കാം. കറക്റ്റ് ഒരു മെഷർമെൻറ്റ് ഞാൻ പറയാനില്ല കേട്ടോ. പിന്നെ ഈ മസാല ചെയ്യുന്ന സമയത്ത് സവാള കുറച്ച് കൂടുതലുണ്ടാകുമ്പോഴാണ് ഗ്രേവിയും മസാലയൊക്കെ കുറച്ച് പൊതിഞ്ഞിരിക്കുന്ന പാകത്തിൽ ആയി വരുള്ളൂ. ഇതിലേക്കൊരു ക്യാരറ്റിൻ്റെ പകുതി പോർഷൻ ഇതുപോലെ ഒന്ന് സ്ക്വയർ പീസാക്കി റഫായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. കുക്കറിൽ വേവിച്ചെടുക്കുന്നതല്ലേ. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ മസാല ചേർക്കുന്നുണ്ട്. ഞാൻ ഈ മസാല പൊടിക്കുന്ന ആ ഒരു വിഷ്വൽസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല കേട്ടോ. സാധാരണ നമ്മളെല്ലാ ഹോൾ മസാല, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, പെരിഞ്ജീരകം, പിന്നെ കുറച്ച് മിൻറ്റ് ലീഫ് ഉണ്ടല്ലോ, പുതിന ഇല, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഈ മസാല റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് വേണം സവാള വേവിച്ചെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സവാള ഇങ്ങനെ കരിഞ്ഞ ഒരു ടേസ്റ്റിൽ വരും. ഇനി ഒരു വിസിലിൽ വേവിക്കാം. അപ്പോൾ ഞാൻ റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിതൊരു അറ്റ് എ ടൈം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പിൽ നമുക്കൊരു ബിരിയാണി പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുക്കറും മറ്റേ ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് ബിരിയാണിയുടെ പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, സൺഫ്ലവർ, വെളിച്ചെണ്ണ, ഏതാണ് കുക്കിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഏത് ഓയിലായാലും മതി. ലാസ്റ്റ് നമ്മൾ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇത്തിരി സവാള, പുതിനയില, അതുപോലെ നമ്മൾ പൊടിച്ചെടുത്ത മസാല ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട. നമ്മളിത് റൈസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് തിളച്ച വെള്ളം, ഇപ്പോൾ നമ്മൾ ചോറ് അങ്ങനെ വറ്റിച്ചെടുക്കാനുള്ളത് കൊണ്ട് ഇരട്ടി വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കല്ലുപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. തിളച്ച വെള്ളം അല്ലേ നമ്മൾ ഒഴിച്ചത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് കിട്ടും. പിന്നെ കുറച്ച് രമ്പയില ചേർത്ത് കൊടുക്കാം. ഈ ബിരിയാണിയില ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ വേറെ ഒരു മസാലയുടെ ആവശ്യമില്ല കേട്ടോ. ബിരിയാണിക്ക് നമ്മൾ ഏത് ഫ്ലേവറാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടാനായിട്ട് ഈ ഒരു രമ്പയില മാത്രം മതി. ഇനി നമ്മളിതിലേക്ക് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ച അരി കൂടി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് വെള്ളത്തിൻ്റെ ഉപ്പ് കറക്റ്റാണോ നോക്കണം. ഒരിത്തിരി ഉപ്പ് ഇങ്ങനെ കൂടി നിൽക്കുന്ന രീതിയിൽ വേണം ചോറ് വറ്റിച്ചെടുക്കാൻ. അതല്ലെങ്കിൽ ചോറിന് ലാസ്റ്റ് ഉപ്പ് പോരാതെ വരും. പിന്നീട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ചോറിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ പോയി ഉപ്പ് കട്ട പിടിച്ചിട്ട് ചില സ്ഥലങ്ങളിൽ ഉപ്പ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ട് അതങ്ങനെ ചെറിയ തീയിലിരുന്ന് റെഡി ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ഇതുപോലെ ഞാൻ ഫ്ലെയിം കൊടുത്തിട്ടുണ്ട്. വൃത്തിയാക്കി വെച്ചതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചിക്കനിൽ ഒരിത്തിരി കൂടി നിന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിൽ ഇത്തിരി തൈര് ചേർത്ത് കൊടുക്കുക. പുളിയുള്ളതാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയ
മസാലപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി. പിന്നെ മുളക് പൊടി ചേർക്കുന്നത് എരിവിന് വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പം ഈ ചിക്കൻ്റെ ആ ഒരു കളർ, ഒരു വൈറ്റ് കളറൊന്ന് മാറി കിട്ടാൻ വേണ്ടി മാത്രമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല, മല്ലിപ്പൊടിയോ അങ്ങനെ വേറെ പ്രത്യേകിച്ച് പൗഡറൊന്നും ചേർക്കേണ്ട. ഗരം മസാല അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാനിതിൽ ഇടയ്ക്കൊരു ഒത്തിരി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ പഞ്ചസാര, ആ തൈരിൻ്റെ പുളിപ്പ് ഒന്നങ്ങനെ കയറി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി പഞ്ചസാര ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ സവാളയൊക്കെ ഇവിടെ വെന്ത് ഉടഞ്ഞ് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമൊന്നും കൂടുതലില്ല, നമ്മൾ ഒഴിച്ച വെള്ളം കറക്റ്റായിരുന്നു. ഇനി നമ്മൾ ചിക്കൻ്റെ ആ വെള്ളം പാനിൽ ഇട്ടിട്ടുണ്ടല്ലോ ചിക്കൻ, അതിൻ്റെ വെള്ളം ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി താഴ്ഭാഗത്ത് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ല. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഇനി അതിലിരുന്ന് വറ്റി കറക്റ്റായിട്ട് വന്നുള്ളൂ. ഒന്ന് അടച്ച് വെക്കാം. ചിക്കൻ മസാലയും നമ്മൾ ചേർത്ത തൈരും എല്ലാം ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം അത് മാറ്റിയിട്ട് നമ്മൾ കുക്കറിലേക്ക് സവാളയുടെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കനിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ഗ്രേവിയൊക്കെ വറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രേവി ഉണ്ട്, അത്രയും ഗ്രേവി ഇതിൽ ആവശ്യമുണ്ട് കേട്ടോ. ഇനി ഇതിൽ ആ നെയ്യോട് കൂടിയുള്ള എല്ലാം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി വയ്ക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടും. ഒരു പച്ച ഉള്ളിയുടെ ടേസ്റ്റോ ഒന്നുമില്ലാതെ കിട്ടും. ഇനി ഒരു വിസിലിൽ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരുപാട് മൂപ്പുള്ള ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 വിസിലൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഒരു വിസിലിൽ തന്നെ റെഡിയായി കിട്ടും. ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്കിത്തിരി ഉള്ളി കൂടി വേണമെങ്കിൽ മൊരിയിച്ചിടാം. ബിരിയാണിയിൽ ഇപ്പോൾ ആരും ഇങ്ങനെ ഈ ഒരു പ്രോസസ്സൊന്നും ചെയ്യാൻ ആർക്കും താല്പര്യമില്ല, എല്ലാവർക്കും മടിയുമാണ്. പിന്നെ കുട്ടികളുള്ള വീട്ടിൽ പ്രത്യേകിച്ചും ഈ ഒരു മൊരിയിച്ചിടുന്ന പരിപാടികളൊന്നും അത്ര ഇഷ്ടമല്ലല്ലോ. പക്ഷേ ബിരിയാണി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് സവാളയും കുറച്ച് നട്ട്സും റൈസിൻസൊക്കെ മൊരിയിച്ചിടുന്നത് തന്നെയാണ് ടേസ്റ്റ്. നമ്മൾ ബിരിയാണി കഴിക്കുന്ന സമയത്ത് ഈ റൈസിൻസിൻ്റെ ആ ഒരു മധുരവും ഒക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ നല്ല വീർത്ത് വരുന്ന ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. പിന്നെ ബിരിയാണിയിൽ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി പോട്ട് വീണ്ടും വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി വെന്ത് ഉള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ മസാല ഈ ഗ്രേവിയോട് കൂടി തന്നെ റൈസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചെറിയൊരു ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്, അതിൽ കുറച്ചൊരു ഗ്രേവി ഉണ്ട്, അത്രയും വേണം, എന്നാലാണ് ഇതൊന്ന് കറക്റ്റായിട്ട് ദമ്മായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ കുക്കറിൽ നിന്നൊക്കെ മസാലയും എല്ലാം ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നിരത്തി ലെവലാക്കി കൊടുക്കാം. ഫ്ലെയിം ചെറുതായിട്ട് ഞാൻ ഓണാക്കിയിട്ടുണ്ട്. റൈസിനും നമ്മുടെ ചിക്കനും ഒരേപോലെ നല്ല ചൂട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ദം ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ തണുത്ത് പോകുന്നതിന് മുമ്പ് ഓരോ സ്റ്റെപ്പും പെട്ടെന്ന് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മൾ മസാലയിലും ഒന്നും ഇതുവരെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ പുതിനയില നമ്മളിതിൽ നമ്മുടെ മസാലയിൽ ചേർത്തുകൊണ്ട് തന്നെ പുതിന അധികം ആയിക്കഴിഞ്ഞാൽ ബിരിയാണിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ പുതിനയില ആവശ്യമില്ല. ഇനി താളിച്ചത് ചേർത്ത് കൊടുക്കാം. താളിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളി വഴറ്റിയത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
പിന്നെ നമ്മളിതുവരെ ബിരിയാണിയിൽ ഗീ ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ബിരിയാണി എന്ന് പറയുമ്പോൾ കുറച്ച് നെയ്യ് കൂടി ചേർന്ന് അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി കിട്ടുമ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ നെയ്യ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നെയ്യ് കുറച്ചും കൂടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു നെയ്യ് ഇത്രയും ക്വാണ്ടിറ്റിക്ക് മതിയാകും. നമ്മളിനി ഇത് ദം ചെയ്യുന്ന സമയത്ത് ഈ നെയ്യെല്ലാം താഴോട്ട് ഇറങ്ങിയിട്ട് റൈസിലേക്ക് നന്നായിട്ട് കിട്ടിക്കോളും. ഇനി അടച്ച് വെച്ചിട്ട് ഒന്ന് ദം ചെയ്തു ഞാനൊരു 7 മിനിറ്റൊക്കെ ചെറിയ തീയിലൊന്ന് ആവി വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 മിനിറ്റ്, ഒരു 5-7 മിനിറ്റ് ഏറ്റവും സിമ്മിലാക്കി വെക്കുക. ചെറിയ തീയിലിരുന്ന് റെഡി ആകുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ചൂടായി മുകളിലേക്കൊക്കെ ആവി വന്നിട്ട് കാണുമ്പോൾ തന്നെ നന്നായിട്ട് നല്ല ദം ബിരിയാണിയുടെ നല്ലൊരു ടേസ്റ്റിൽ, എന്നാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോസസ്സാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്ത് കാണിക്കണില്ല, കാരണം ഞാൻ പ്രതീക്ഷിച്ചതിലൊക്കെ ഒരുപാട് നേരത്തെ ഈ റെസിപ്പി ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തു. സാധാരണ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ അതൊരു വലിയ പണിയല്ലേ. ഇത് പക്ഷേ പെട്ടെന്ന് റെഡി ആയതുകൊണ്ട് തന്നെ കഴിക്കുന്ന സമയമൊന്നും ആകാത്തതുകൊണ്ട് ഞാനിത് സെർവ് ചെയ്ത് കാണിക്കണില്ല. അപ്പോൾ നല്ല ചൂടുണ്ടല്ലോ, അപ്പോൾ ഇതിങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് ബിരിയാണി ചെറിയൊരു ചൂടോടുകൂടി കഴിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ്, അത് നമ്മൾ ചേർത്ത നെയ്യിൻ്റെയും ഒക്കെ ടേസ്റ്റ് വരണത്. ഇപ്പോൾ താഴ്ഭാഗം വരെ ഇതിൻ്റെ നെയ്യൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, മസാലയും നെയ്യും. അപ്പോൾ ചോറ് ഉടയാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പമല്ലേ, പെട്ടെന്നൊക്കെ നമുക്കൊരു ദം ബിരിയാണി കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ചൂടാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.